കഴിഞ്ഞ മാസം നമ്മുടെ ചാനലിലോട്ട് ഏകദേശം 10,000 പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു. ഇപ്പം ഇവരെല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കോഡിങ് പഠിക്കുക, എങ്ങനെ എൻ്റർ ചെയ്യാം, പ്രോഗ്രാമിംഗ് ഫീൽഡിലോട്ട് ഞങ്ങൾക്കും കയറണം, എന്താ ചെയ്യുക, ഡിഗ്രി ഉണ്ടോ? അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇപ്പോഴും നമ്മൾ അഡ്വാൻസ് ടോപ്പിക്ക് പോകുന്നതിന് കൂടെ തന്നെ ബേസിക് കോഡിങ്ങും ഇനിയും നമ്മുടെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാനോ നല്ലൊരു ജോബിലോട്ട് പോകാനേ പറ്റുള്ളൂ. പലർക്കും പേടി എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഇല്ല, മാർക്കില്ല, ഇതാണ് എനിക്ക് +2 ഉള്ളൂ, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പ്രോബ്ലം അല്ല. അല്ലാതെ തന്നെ IT ഫീൽഡിൽ ജോലി കിട്ടും. സ്കില്ലാണ് വേണ്ടത്, സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരുപാട് പേരുടെ പ്രൊഫൈലിലൂടെ ഇവിടെ പ്രൂവ് ചെയ്താണ്, നമ്മുടെ ചാനലിലൂടെ പ്രൂവ് ചെയ്താണ്, നമ്മുടെ ബ്രോക്യാമ്പ് പ്രോഗ്രാമിൽ പ്രൂവ് ചെയ്താണ്, എല്ലാ തരത്തിലും നമ്മൾ പ്രൂവ് ചെയ്താണ്. ഒരു ഡിഗ്രി ഇല്ലെങ്കിലും ഇയർ ഗ്യാപ്പ് വന്ന്, കരിയർ ഗ്യാപ്പ് വന്നിട്ട് ഒരു 5 വർഷം 10 വർഷം ഗ്യാപ്പ് വന്നു, എന്നിട്ടും കരിയർ ബിൽഡ് ചെയ്ത് ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഈ ചാനലിൽ ഇൻ്റർവ്യൂ ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ല നമ്മുടെ ലിങ്ക്ഡിൻ പേജുകളിലോ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പുതിയ വരുന്ന ആൾക്കാർക്ക് പക്ഷേ ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ലേണിംഗ് ക്ലബ് പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ അതേപോലെ ഒരുപാട് ടെക്നിക്കൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മലയാളത്തിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഇവന്റ്സിന്റെ ഒക്കെ പാട്ടാവാനും പറ്റും. അതുപോലെ പലർക്കും ഉണ്ടാകും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു 6 മാസം പഠിക്കാനുള്ള പ്രോഗ്രാം കൂടെ നമുക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. ലേണിംഗ് ക്ലബ് എന്താണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ബേസിക് കോഡിങ് പഠിക്കുമ്പോൾ കുറേ സംശയങ്ങൾ വരും. ഇൻസ്റ്റാളേഷൻ്റെ കുറേ ഡൗട്ടുകൾ, ഇത് ചെയ്യുമ്പോൾ കുറേ ബഗ്ഗുകൾ, കൺഫ്യൂഷൻ വരുമ്പോൾ നോർമലി എല്ലാവർക്കും കൊണ്ടാണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാനൊക്കെ തുടങ്ങിയപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയ്യോ ഇതിപ്പോൾ ഇംഗ്ലീഷിൽ ചോദിച്ച് സെൻറ്റൻസ് ആയിട്ട് ചോദിക്കണമല്ലോ, ഇതിപ്പോൾ എങ്ങനെ ചോദിക്കും, ആരോട് ചോദിക്കും, ആകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ മലയാളത്തിൽ ഇതിൽ ഹെൽപ്പ് ചെയ്യാനും കൂടി ആൾക്കാരുണ്ടെങ്കിലോ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേണിംഗ് ക്ലബ്ബ് പോസ്റ്റ് ചെയ്യുന്നത്. ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും. ആ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ ഈ മാസം 15-നാണ് ഈ ലേണിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലേണിംഗ് ക്ലബ്ബ് നടക്കുന്ന 10 ദിവസം, അതായത് 10 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ബേസിക് കോഡിങ് പഠിക്കുന്നത്. അതായത് ബേസിക് കോഡിങ് എന്ന് പറയുമ്പോൾ ലൂപ്പ്, അറേ എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളുണ്ട്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ പേടിക്കേണ്ട, അങ്ങനത്തെ കുറച്ച് ടേമുകളുണ്ട്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ടുള്ളൊരു ലേണിംഗ് ആണ് 10 ദിവസത്തെ. ഇതോട് കൂടിയിട്ട് ബേസിക് കോഡിങ് സെറ്റ് ആവും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് നോക്കാം, മൊബൈൽ ഡെവലപ്മെൻറ്റ് നോക്കാം. ഇനി നമ്മുടെ അടുത്ത് വരുന്ന ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ സീരീസ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഗെയിം കളിച്ചേ പരിചയമുള്ളൂ, ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ ബേസിക് കോഡിങ് ആദ്യം സെറ്റാണോ. ഇനി വെബ് ഡിസൈനർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസിക് കോഡിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഈ ചാൻസ് യൂസ് ചെയ്യുക. 10 ദിവസം കൊണ്ട് ഇതുവരെ പലരും മടി കാണിച്ചിരുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. അവർക്കുള്ളൊരു അവസരമാണ്. ആ മടിയൊക്കെ വിട്ടിട്ട് 10 ദിവസം ടൈറ്റായിട്ടിരുന്നിട്ട് ഈ വർക്കൗട്ട് നമ്മൾ പറഞ്ഞ ഓരോ ദിവസം വീഡിയോസ് റിലീസ് ചെയ്ത് തരികയും അത് വർക്കൗട്ട് ചെയ്യുകയും അതിൻ്റെ സംശയങ്ങൾ നമ്മൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യാം. ഇതിന് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് മസ്റ്റ് ആണ്. ഈ ലാപ്ടോപ്പ് ഇല്ലാത്ത ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാറുണ്ട്. ഇവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 10 ദിവസത്തിന് റെൻറ്റിനെങ്കിലും ലാപ്ടോപ്പ് എടുക്കുക. നമ്മുടെ നാട്ടിൽ ഒരു 2000-3000 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 മന്തിന് ലാപ്ടോപ്പ് റെൻറ്റിന് കിട്ടാനുണ്ട് നമ്മുടെ പല സിറ്റികളിലും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ റെൻറ്റിനെങ്കിലും ലാപ്ടോപ്പ് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ലാപ്ടോപ്പ് കയ്യിൽ വെക്കുക. ഈ ജൂലൈ 15-ാം തീയതി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളും വർക്കൗട്ട് ചെയ്ത് വെക്കുക. 10 ദിവസം വർക്കൗട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് പോസിബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ഫീൽഡ് IT ആണ്, നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോ 15-ാം തീയതി കാണാം. എല്ലാവരും റെഡി ആവുക. ഫ്രീ സപ്പോർട്ടും എല്ലാ ഹെൽപ്പുമായിട്ട് നമ്മുടെ ടീം റെഡി ആയിട്ടുണ്ടാവും. ബേസിക് കോഡിങ് സെറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും അത് കഴിഞ്ഞിട്ടുള്ള ലൈവിൽ ഞാൻ പറഞ്ഞുതരാം.